സാമ്പത്തിക വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ വഞ്ചന കാരണം ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം നിരവധി. കെപിസിസി മുൻ ട്രഷറർ വി പ്രതാപചന്ദ്രന്റെ മരണവും ഡിസിസി അംഗം മുണ്ടേല മോഹനന്റെ ആത്മഹത്യയും ഇതിന് തെളിവാണ്. തുടർച്ചയായ സംഭവങ്ങളിൽ പ്രതിക്കൂട്ടിലായിട്ടും ഇരകളുടെ കുടുംബത്തിന് നീതി നൽകാതെ കെപിസിസി നേതൃത്വം. വയനാട് ഡിസിസി ട്രഷറർ വിജയനും മകൻ ജിജേഷും വിഷം കഴിച്ച് ജീവനൊടുക്കിയത് അവസാന സംഭവമെങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ വഞ്ചന കാരണം ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം നിരവധിയാണ് എന്നതാണ് കണക്കുകൾ. കെപിസിസി മുൻ ട്രഷറർ വി പ്രതാപചന്ദ്രന്റെ മരണമാണ് 2 വർഷം മുൻപുണ്ടായ വലിയ വിവാദം. കെപിസിസിയുടെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ അപവാദ പ്രചരണങ്ങളും തുടർന്നുണ്ടായ മാനസിക പീഡനങ്ങളുമാണ് പ്രതാപചന്ദ്രന്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. സഹകരണ സംഘങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നിയമന തട്ടിപ്പിൽ കുടുങ്ങിയാണ് വയനാട് ഡിസിസി ട്രഷററും മകനും ജീവനൊടുക്കിയത്. 2 കേസിലും ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെപിസിസി നേതൃത്വവും പ്രതിപക്ഷ നേതാവും സ്വീകരിച്ചത്. പ്രതാപചന്ദ്രന്റെ മരണത്തിന് കാരണക്കാരായ ആരും കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്ന് വാക്കു നൽകിയാണ് കെപിസിസി അധ്യക്ഷൻ സുധാകരൻ ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതി പിൻവലിപ്പിച്ചത്. പക്ഷേ കുറ്റക്കാർക്കെതിരെ ഒരു നടപടിയും കെപിസിസി നാളിതുവരെ എടുത്തിട്ടില്ല. തിരുവനന്തപുരത്ത് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റും ഡിസിസി അംഗവുമായ മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിലും ദുരൂഹത തുടരുകയാണ്. ഡിസിസി അധ്യക്ഷൻ പോലും മരണവീട്ടിൽ എത്തിയില്ല. സാമ്പത്തിക പ്രതിസന്ധിയിലായ മോഹനനെ കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.